ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഒരു അഡീനിയം പ്ലാന്റ് ആണ്. എൻ്റെ ചെടികളെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, അധികം കെയറിങ് ഇല്ലാത്ത ചെടികളായിരിക്കും. അതായത് കൂടുതലും വർക്കിംഗ് വുമൺസിന് പറ്റിയ ചെടികളാണ്. ഞാനൊരു വർക്കിംഗ് വുമൺ ആയതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. എന്നുവെച്ചാൽ നമുക്ക് സമയം കിട്ടുന്നത് വളരെ കുറവായിരിക്കും. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓടി ഒന്ന് നോക്കിയാൽ അത്രയും നല്ലത്. അവരവർക്ക് കിട്ടുന്ന സമയം പോലെ അറ്റ്ലീസ്റ്റ് ഒന്ന് നനച്ചെങ്കിലും കൊടുക്കുക. പിന്നെ നല്ല വെയിൽ. പിന്നെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം നനച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. വെയിലാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഡക്സ് ചീഞ്ഞു പോകും. പിന്നെ ഇലകൾ എപ്പോഴും ഗ്രീനിഷ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. മഞ്ഞളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കടയ്ക്ക് എന്തോ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് അതിന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുമിൾനാശിനി പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കട ചീയലുള്ള ഇതെല്ലാം മാറിക്കിട്ടും. പിന്നെ ഇതെല്ലാം എനിക്ക് വിത്തുകളിൽ നിന്നുണ്ടാക്കിയ ചെടികളാട്ടോ. ഈ കാണുന്നതെല്ലാം ചെറിയ വിത്ത് മുളപ്പിച്ച്, ഇതാണ് മദർ പ്ലാന്റ്. അതിൻ്റെ ഈ കാണുന്നതാണ് ചെറിയൊരു വിത്ത്. ഇത് കുറച്ചും കൂടി വലുതാവും, അപ്പോൾ വലുതായി കിട്ടും. ഈ പ്ലാന്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷമെങ്കിലും പഴക്കമുണ്ട്. അത്ര പഴക്കമുള്ളൊരു പ്ലാന്റാണ്. അതിൽ നിന്ന് ഒത്തിരി വിത്തുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം അറിയില്ലായിരുന്നു ഇത് വിത്താണെന്ന്. അതൊരു അപ്പൂപ്പന്താണ്ടിയുടെ ഒരു ഇതുപോലെ ഇരിക്കും. അത് തന്നെ സ്പ്ലിറ്റായിട്ട് എല്ലാം പറന്നു പോകും. പിന്നെ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടാണ് അത് വിത്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം അതിനൊരു നൂല് വെച്ച് കെട്ടിയിട്ട് അത് പറന്ന് സ്പ്ലിറ്റായിട്ട് ഇങ്ങനെ തുറന്ന് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കിട്ടുന്ന വിത്തുകളൊക്കെ എടുത്ത് വെച്ച് ചിലപ്പോൾ നശിച്ചു പോകും, ചിലത് പാകി പിടിപ്പിക്കും. അങ്ങനെ പാകി പിടിപ്പിച്ചതിൽ വലുതായ പ്ലാന്റാണ് ഇത്. ഏകദേശം 1 വർഷം 2 വർഷമൊക്കെ പ്രായമുള്ള ചെടികളാണ്. ഇപ്പം ഈ വിത്ത് മുളപ്പിച്ചത് അതിലിപ്പോൾ മുട്ടകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആകെ കെയർലെസ്സായിട്ട് കിടക്കുകയായിരുന്നു. അതിലേക്ക് ഇപ്പോൾ ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ച് വെയിലത്തോട്ടാക്കി മാറ്റി വെച്ചേക്കാണ്. ഇപ്പോൾ പതുക്കെ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സാധിക്കും പ്ലാന്റ് നടാനായി. ഇതിപ്പോൾ ഞാൻ നൈറ്റ് എടുത്ത വീഡിയോ ആണ്. നൈറ്റ് ചെടികളെ കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. പ്രസൻറ്റേഷനിലൊക്കെ എനിക്കറിയാം, സംസാരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്നതിനും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം, സജഷൻസ് പറയണം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ചെയ്യുന്തോറും കറക്റ്റായിട്ടും പ്രോഗ്രസീവായിട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും കൂടെ ഉണ്ടാവണം. അപ്പോൾ താങ്ക്